പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാരക്കയും മുട്ടയും ചേർത്ത് വളരെ രുചികരമായൊരു അപ്പം തയ്യാറാക്കാം. ആദ്യം 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കുക. 3 സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും അടിച്ചെടുക്കണം. നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ അടിച്ചെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 10 കാരക്ക കുരു കളഞ്ഞ് ഇട്ട് കൊടുക്കാം. അര ഗ്ലാസ് പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ച് മൂടി വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം മൂടി തുറന്ന് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാനിലേക്ക് ഇതിട്ട് കൊടുക്കാം. കാരക്ക നന്നായിട്ട് വെന്ത് വരണം. നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടെല്ലാം മാറിയതിന് ശേഷം മുട്ടയുടെ മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. വിസ്ക് ഉപയോഗിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി 3 സ്പൂൺ മൈദപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സോഫ്റ്റായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. യോജിച്ചതിന് ശേഷം ഒരു നുള്ള് അപ്പക്കാരം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി പാനിലേക്ക് കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 മണിക്കൂറാണ് വേവിച്ചെടുക്കേണ്ടത്. മൂടി വെച്ചതിന് ശേഷം 5 മിനിറ്റ് വേവിച്ച് നട്ട്സും കാരക്ക കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് 1/4 മണിക്കൂറായാൽ ഒന്ന് കുത്തി നോക്കാം. ചൂടെല്ലാം മാറിയതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്.